ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, ഇത് വെള്ളാരം കൂണെന്ന് പറയുന്ന ഒരു കൂണാണേ. ഇതിങ്ങനെ കൂട്ടം കൂടി ഒരു സ്ഥലത്ത് കുറേ ഉണ്ടാവും. ഇതിൽ കുറേ മൊട്ടുമുണ്ട്, കുറേ വിരിഞ്ഞിട്ടുമുണ്ട്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ ഇന്നലെ രാത്രിയിൽ കൊണ്ടു തന്നത് ഒരു 8 മണിയായപ്പോൾ. ഇതിൽ കണ്ടോ, ഇതിൻ്റെ തണ്ടിൽ ഒരു മോതിരം പോലൊരു സാധനം വളഞ്ഞുണ്ട്. ആ സാധനം നന്നായിട്ട് കളഞ്ഞ് ഇത് വൃത്തിയാക്കണം. അതിൽ വിഷമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരുക്കണ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും വേണ്ടില്ല, ഒരുക്കി വെള്ളത്തിലിടാമെന്നും വെച്ച് രാത്രിയിൽ തന്നെ അത് ഒരുക്കാൻ നോക്കി. അതിങ്ങനെ അതിൻ്റെ ദശ പോവാതെ മുകളിലത്തെ പാട തന്നെ കളഞ്ഞെടുക്കണം. അപ്പം നമ്മളത് ഒരുക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഇത്രയും കൂടെ ഒരുക്കാനുണ്ട്. ഇനി ഏതായാലും 1 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മളതെല്ലാം ഒരുക്കി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമുക്കിന്ന് കറി വെക്കണം. ഒരുക്കി കഴിഞ്ഞ ചുക്കണ്ടോ, ഒരുക്കി കഴിഞ്ഞ് മിച്ചം വന്ന് അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ രാവിലെ നമ്മളിത് കറി വെക്കാനായിട്ട് പോവുകയാണ്. നല്ല മൺചട്ടിയിലേക്ക് നല്ല അടുപ്പേ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വേവ് വരും. കഞ്ഞിക്ക് വെള്ളം വെക്കേണ്ടതുണ്ട്. കറിച്ചട്ടിയുടെ അടുപ്പ് മാറ്റിയിട്ടുണ്ട്, ചെറിയ അടുപ്പിലേക്ക് മാറ്റി. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ചുവന്നുള്ളിയും പിന്നെ സബോളയും തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെച്ചിട്ട് തേങ്ങ ചിരണ്ടി വറുത്തരയ്ക്കണം. അപ്പോൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ശകല എണ്ണ ഒഴിച്ച് തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനകത്തേക്ക് പെരുംജീരകവും കറുവപ്പട്ടയും കുരുമുളക് പൊടിയും ഒക്കെ മസാലക്കൂട്ടെല്ലാം കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. രാവിലെ നല്ല തണുപ്പുണ്ട്, സ്വെറ്ററിനകത്താണ്. അങ്ങനെ നമ്മൾ വറുത്ത് തേങ്ങ കോരി കഴിഞ്ഞാൽ അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുപ്പ് വെച്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും താളിച്ച് അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് ഒന്ന് വഴറ്റി എടുക്കണം. ആ വഴറ്റിയെടുത്ത് നന്നായിട്ട് വഴണ്ടി വന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അടുപ്പയിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന കൂണ് ഇതിനകത്തേക്ക് ചേർത്തൊന്ന് വെള്ളം കുറച്ചൊന്ന് പറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെ എല്ലാം കൂടി. 2 മണിക്കൂർ വെന്ത സാധനം നമ്മൾ പിന്നെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂണ്, വെള്ളാരം കൂണ് കറി റെഡി. അടിപൊളി. ഇത് കൂട്ടി കഞ്ഞി കുടിക്കാൻ രാവിലെ ആളെത്തിയിട്ടുണ്ട്. ഭയങ്കര വിശപ്പാണ് രാവിലെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.